ചലച്ചിത്ര അക്കാദമിയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷം. UDF സർക്കാർ അധികാരത്തിലേറിയിട്ടും പുതിയ ചെയർമാനെയും സെക്രട്ടറിയെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. ഇതോടെ എല്ലാ വർഷവും ജൂണിൽ നടക്കേണ്ട അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ അനിശ്ചിതത്വത്തിലായി. ഗ്രൂപ്പ് തർക്കങ്ങളും രാഷ്ട്രീയ വടംവലിയുമാണ് ഭരണസമിതിയുടെ നിയമനം വൈകിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം. LDF സർക്കാരിന്റെ കാലത്ത് റസൂൽ പൂക്കുട്ടി ചെയർമാനായ ഭരണസമിതിയായിരുന്നു അക്കാദമിയുടെ തലപ്പത്ത്. ഭരണം മാറിയതിന് തൊട്ടുപിന്നാലെ ചെയർമാനടക്കം അക്കാദമി ചുമതലക്കാരെല്ലാം സ്ഥാനമൊഴിഞ്ഞു. പകരം പുതിയ ഭരണസമിതിയെ നിയമിക്കാൻ UDF സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ചെയർമാനും സെക്രട്ടറിയും ജനറൽ കൗൺസിലും ഇല്ലാത്ത നാഥനില്ല കളരിയാണ് ചലച്ചിത്ര അക്കാദമി. എന്നാൽ അക്കാദമിയിൽ ഭരണപ്രതിസന്ധി ഇല്ലെന്നും നിയമനം ഉടനുണ്ടാകുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ പ്രതികരണം. അക്കാദമിയിലെ ചുമതലക്കാരെ വൈകാതെ തന്നെ തീരുമാനിക്കും. അതൊരു പ്രതിസന്ധിയൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ആദ്യം നടത്തേണ്ടത് IFFAക്ക് മുമ്പ് ഇന്റർനാഷണൽ ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലാണ് നടത്തേണ്ടത്. അതിൻ്റെ എൻട്രിയൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ വന്ന എൻട്രി സെലക്ട് ചെയ്യാനുള്ള ജൂറിയെ പ്രഖ്യാപിക്കും. വരും ദിവസങ്ങളിൽ തന്നെ IDFSSKയുടെ ഡേറ്റും അനൗൺസ് ചെയ്യും. പക്ഷേ അക്കാദമിയിലെ കാര്യങ്ങൾ മന്ത്രി പറഞ്ഞതുപോലെ അത്ര സുഗമമല്ല. 2024 ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. 2025 ചലച്ചിത്ര ടെലിവിഷൻ അവാർഡുകൾക്ക് ജൂറിയെ പോലും നിശ്ചയിച്ചിട്ടില്ല. ജൂണിൽ നടക്കേണ്ട അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ എൻട്രികൾ ക്ഷണിച്ചതല്ലാതെ സെലക്ഷൻ കമ്മിറ്റിയെ നിശ്ചയിക്കാനോ സ്ക്രീനിംഗ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഡിസംബറിൽ നടക്കേണ്ട 31ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. ഓഗസ്റ്റിൽ എൻട്രികൾ ക്ഷണിക്കേണ്ടതുണ്ട്. സിനിമകളുടെ സെലക്ഷൻ, സെൻസറിംഗ്, വിദേശ അതിഥികളെയും പ്രതിനിധികളെയും തീരുമാനിക്കൽ തുടങ്ങി ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുകൂടിയില്ല. VD സതീശൻ സർക്കാർ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിലെ ഫണ്ട് അനുവദിച്ചു കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നും ദേവൻ MP, ന്യൂസ് മലയാളം.